പണത്തിന് വല്ലാത്തൊരു മാന്ത്രികതയുണ്ട്. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കും. വരുണിന് ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ? സ്വാഭാവികമായും പരമേശ്വരൻ അയാളുടെ സമ്പത്ത് കുടുംബത്തിലുള്ള പലർക്കും വീതം വെക്കേണ്ടതാണ്. പക്ഷേ അതൊന്നും നടക്കാതെ ഒറ്റ രാത്രി കൊണ്ട് അതൊരാളുടെ പേരിൽ എഴുതി ചേർക്കണമെങ്കിൽ ആ ഡിസിഷൻ എടുത്തിരിക്കുന്നത് കണിമംഗലം പരമേശ്വരനല്ല, നിങ്ങളാണ്. സാർ, നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്? അച്ഛന്റെ അതിസമ്പന്നതയോട് ഒരിക്കലും ഒരു മോഹം തോന്നാത്ത ആളാ ഞാൻ. സാർ, ഞാൻ ഇത്രയും നാളും വിദേശത്തായിരുന്നു. ഇവിടെ നിന്ന് അച്ഛൻ അയച്ചു തരുന്ന പണം കൊണ്ടല്ല ഞാൻ അവിടെ പഠിച്ചിരുന്നത്. സാർ, ഐ എം എ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ. ആ ജോലി ഞാൻ അവിടെ ചെയ്തിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ജീവിച്ചതും പഠിച്ചതും ഒക്കെ. പിന്നീട് ഞാൻ വിവാഹം കഴിച്ചത് ഒരു ശരാശരി താഴെയുള്ള കുടുംബത്തിൽ നിന്നാണ്. എന്നിട്ട് സമ്പത്തിന്റെ കണക്കുകൾ പറയാൻ വന്നിരിക്കുന്നു. ഇത് തന്നെയാണ് എന്റെ മുന്നിൽ വരുന്ന ക്രിമിനലുകൾ നടത്തുന്ന നാടകമെന്ന് ഞാൻ പറഞ്ഞു. സോ പരമേശ്വരന്റെ വധശ്രമത്തിൽ ഇനിയും നടത്തുന്ന വരുണിന്റെ നാടകം തന്നെയാണ് വരുണിന്റെ ഭാഗത്തു നിന്നുള്ളതെങ്കിൽ അത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാം. സാറിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ക്രിമിനൽസിനെ കൈകാര്യം ചെയ്ത് അതേ ബുദ്ധി തന്നെ ഇപ്പൊ സാറിനും. സാർ എന്നോടിപ്പോ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ശരിയായിട്ടുള്ള അഭിനയം. ഓക്കെ, നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വരുണിന് അവസരങ്ങളുണ്ട്. അതുപോലെ വരുൺ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ എനിക്കും. ഐ വിൽ ഡു മൈ ഡ്യൂട്ടി. അതിനൊടുവിൽ വരുൺ കുറ്റക്കാരനാണെങ്കിൽ നോ ഡൗട്ട് ഒരു കരുണയുമില്ലാതെ നിങ്ങളെ ഞാൻ കൈകാര്യം ചെയ്തേക്കും. യു മേ ഗോ നൗ. സർ, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫഷനിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. എന്നെപ്പോലെ ഒരാളെ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങളുടെ മനസ്സിൽ അല്പം സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യും. എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അച്ഛനെ ഞാൻ ദ്രോഹിച്ചു എന്ന് പറയുന്ന ഓരോ നിമിഷവും താങ്കളാണ് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ അച്ഛനോടുള്ള ഇഷ്ടം സത്യമാണെങ്കിൽ കരുതി കൂട്ടി നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഞാനിതിൽ തോൽക്കില്ല സർ.